എമ്പുരാൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഞാനും വൈഫുമാണ് പോയത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുള്ളി ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിന് ഇപ്പോഴും തിരിച്ചിറങ്ങാൻ പറ്റിയിട്ടില്ല. തിരിച്ച് വീട്ടിൽ ഇവിടെ വന്നിട്ട് പോലും പുള്ളിക്കാരി പിണങ്ങി പോയി കിടന്നുറങ്ങി. കാരണം പൃഥ്വിരാജ് ഉണ്ടാക്കിയ യൂണിവേഴ്സ് അത്ര വലിയ സംഭവമാണ്. ഫ്രാഞ്ചൈസി ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പണിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ലൂസിഫർ നമ്മളെ ഇഷ്ടപ്പെട്ട് കണ്ടൊരു പടമായിരുന്നു. അതിനകത്ത് നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു നായകനായിട്ട് മാത്രമല്ല, നമുക്കൊരു പഴയൊരു മോഹൻലാലിനെ കാണുന്ന, മീശ വിരിക്കുന്ന, മുണ്ട് മടക്കി കുത്തുന്ന, ദേഷ്യം വന്ന ആൾക്കാരെ ചവിട്ടുന്ന ഒരു നായക പരിവേഷമുള്ള, ഹീറോയിസമുള്ള, ഹീറോയിക്കായിട്ട് ക്യാരക്ടർ. ഹി കുഡ് ഡു വാട്ട് എവർ ഹി ക്യാൻ, അല്ലേ? പിന്നെ ആ കിട്ടുന്ന ഗോവർദ്ധന്റെ ആ ഇമ്പാക്ട്, ഗോവർദ്ധന്റെ ഒരു പ്രീലോഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഒരു സംഭവം തുടങ്ങുമ്പോഴത്തേനും എന്തോ സംഭവിക്കുന്നു. ഇവൻ മഹിരാവണൻ, ലൂസിഫർ, നരകത്തിന്റെ പുത്രൻ എന്നൊക്കെ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേനും ഇവൻ പറയുന്ന, അതായത് ഗോവർദ്ധൻ ആരാ ബേസിക്കലി? ആരുമല്ല. അയാളുടെ ജസ്റ്റ് ഒരു സ്നിഫ് ഡോഗ് മാത്രമാണ്. പുള്ളി തപ്പിയെടുക്കുന്നത്, കാര്യങ്ങൾ തപ്പിയെടുക്കുന്നത് സ്നിഫ് ഡോഗ്, അത്രേ ഉള്ളൂ. അത്തരം ഒരാള് പറയുന്ന ആ വാക്കുകൾ കൊണ്ടാണ് ആ സിനിമ ഡെവലപ്പായി കയറി വരുന്നത്. ആ ക്യാരക്ടറിന്റെ തുടക്കം മുതൽ പിന്നെ ഡെവലപ്പായി കയറി വരുന്ന ആ ഒരൊറ്റ പോയിന്റിലാണ്. ഇപ്പോഴും ഗോവർദ്ധനുണ്ട്, എമ്പുരാനിലും ഗോവർദ്ധനുണ്ട്. എമ്പുരാനിലും ഗോവർദ്ധൻ തന്നെയാണ് കഥയെ ഗൈഡ് ചെയ്ത് പോകുന്ന. ഇതേ സ്നിഫ് ഡോഗിന്റെ പണി തന്നെയാണ് ചെയ്യുന്നത്. കഥയെ ഗൈഡ് ചെയ്ത് പോകുന്ന ആളും പുള്ളി തന്നെയാണ്. പക്ഷേ ഒത്തിരി വ്യത്യാസമുണ്ട്. പുള്ളി ഇത്തവണ മോഹൻലാലുമായി കൈകോർക്കുന്നു. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് ഇവിടം വിട്ട്, നെടുമ്പള്ളി വിട്ടു പോയ സ്റ്റീഫനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇയാൾ. ഗോവർദ്ധൻ വീണ്ടും ഇറങ്ങുകയാണ്. അതൊന്നും ഒരു തെറ്റുമില്ല. അതായത് ആദ്യത്തെ ഹാഫിൻ്റെ അവിടം വരുന്ന ഒരു പ്രശ്നവും നമുക്ക് തോന്നുന്നില്ല. ഒരു കഥ ഡെവലപ്പായി വരുന്നു. പ്രശ്നം ഈ കഥ തുടങ്ങുന്നതാണ്. ആദ്യമേ ഇതിന് ടൈറ്റിൽ സോങ് കാണിക്കുകയും, ടൈറ്റിൽ എൽ എന്ന് പറയുന്ന ടൈറ്റിലുണ്ട്, L2 എമ്പുരാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ സംഭവമുണ്ട്. ഈ എൽ എന്നുള്ളതാണ് ലൂസിഫറിന്റെ എല്ല്. ഈ എല്ല് ഈ സിനിമയ്ക്കകത്ത് ഉടനീളമുണ്ട്. അതായത് ചുമ്മാ ഒരു കേബിൾ കമ്പി പൊട്ടി വീണ വരെ എല്ലുണ്ട്. ഒരു മോളിൽ നിന്ന് ഒരു ബോംബ് സ്ഫോടനത്തിന് ശേഷം ഒരു കുരിശ് താഴെ വീണ കുരിശ് എല്ലായിട്ട് കാണിക്കും. ഇതെല്ലാം ട്രാൻസിഷൻസ് വഴി നമ്മുടെ ബോധപൂർവ്വം അല്ലാതെ എൽ എന്നുള്ള സംഭവത്തേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുവാണ്. നമുക്ക് കാണാം ഇല്ല ഇവിടെ നിൽക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നത് അതായിരുന്നു ഇവരുടെ ബ്രില്യൻസ് ഇതിനകത്ത് കാണിക്കാൻ ശ്രമിച്ചതിന്റെ ഭൂരിഭാവം. ചുമ്മാ ഒരു മരം കത്തിപ്പോയി. ഞാൻ തന്നെ ഉടനെ ചോദിച്ചത്, ഈ ഫൈറ്റ് സീൻ മരം കത്തേണ്ട കാര്യം എന്താ കാടിനകത്തിരിക്കുന്നത്? പക്ഷേ മരം കത്തിയിട്ട് കുറച്ച് ദൂരോട്ട് മാറുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഓ അത് എൽ എന്നാണ് കത്തിയിരിക്കുന്നത്. അങ്ങനെ ബോധപൂർവമോ അല്ലാതെയായിട്ട് ഇവർ എല്ലിൻ്റെ ബ്രില്യൻസ് കുറേ കാണിക്കുന്നുണ്ട്. പിന്നെ സിക്കാട എന്ന് പറഞ്ഞാൽ മോതിരം, മോഹൻലാൽ തൊട്ടോട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പുള്ളി നെടുമ്പള്ളി വരുമ്പോഴും ഇടുന്നുണ്ട്, അവിടെ പോയി നിക്ഷേപിക്കുമ്പോഴും ഇടുന്നുണ്ട്, MI6ന്റെ ഏജന്റിനെ കൊല്ലുമ്പോഴും ഇടുന്നുണ്ട്. എല്ലായിടത്തും പുള്ളി ഇതിട്ടോണ്ട് നടപ്പുണ്ട്. ഇനി ഇതിടുന്നതുകൊണ്ട് വല്ല വ്രതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് വെച്ചൊക്കെയാണ് ഗോവർദ്ധനൊക്കെ, അല്ലെങ്കിൽ ഓക്കെ സ്പോയിലർ ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ ഈ മോതിരം ഒരു രാത്രി വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നുണ്ട്. അത് പുള്ളിയുടെ പലയിടത്തും പല കാര്യങ്ങൾക്ക് വേണ്ടിയും പുള്ളി ഉണ്ടായിരുന്നെന്നോ ഇല്ലെന്നോ സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ ഈ മോതിരം ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഇനി എന്തിനാണ് സംഖ്യകൾ കിടന്ന് പണം വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംഖ്യകൾക്ക് കിട്ടിയ അടിയാണ് ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിലെ കുറേയേറെ പോർഷൻ കാണിക്കുന്നത് ഗോത്ര കലാപത്തോട് ബന്ധപ്പെട്ടാണ്. എന്തിനാണത് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവർക്ക് ഈ കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഈ കലാപത്തിൻ്റെ കുറേ ക്ലിപ്പിങ്ങുകളും ആ കലാപത്തിൻ്റെ കുറേ ആ പരിവേഷം വേണം ഇവിടെ. എന്നാലും ഇവിടെ മെയിൻ വില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള പടമോ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പടമോ ഒന്നുമല്ല. അവർക്ക് ആ വില്ലൻ്റെ ക്രൗര്യത, അല്ലെ കുടിലതയും കൗശലത്വവും ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് വേണം. ആ ഗ്രൗണ്ടിന് പറ്റിയ സംഭവമാണത്. സ്വാഭാവികമായിട്ടും കാണുന്നവനോർക്ക് വാവ്, ബജറംഗി എന്ന് പറഞ്ഞാൽ ഈ വില്ലൻ എന്നാ വൃത്തികെട്ടവനാണ് എന്ന് തോന്നുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പ്രോബ്ലം പറ്റിയിരിക്കുന്നത് ആ ഇമ്പാക്റ്റ് വഴി ഉണ്ടായി വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന് വേണ്ടിയാണ്. മോഹൻലാലിനുള്ള സ്പേസ് അല്ലത്. കഴിഞ്ഞ പടത്തിൽ ലൂസിഫറിനകത്ത് മോഹൻലാലിന് വേണ്ടി ഒന്നേന്ന് തുടങ്ങി പതുക്കെ തുടക്കത്തിൽ മോഹൻലാൽ വരുന്നു, ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നു, ജസ്റ്റ് മയിൽവാഹനം റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാതെ വണ്ടി കടത്തിടാൻ വിടുമ്പോഴത്തേക്കും അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇമ്പാക്റ്റ് ആരംഭിക്കുകയാണ്. ലൂസിഫർ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഈ പുള്ളി വരുന്നത് ഏതോ ഒരു നേരത്താണ്. സത്യമായി ഞാൻ നോക്കിയിട്ടുണ്ട്, ഏതോ ഒരു നേരത്താണ് പുള്ളി വരുന്നത്. അതുവരെ അത് വേറെ പലരുടെയും കഥയാണ് എമ്പുരാൻ. അതായത് ആ യൂണിവേഴ്സ് ഉണ്ടാക്കുക, ആ ഫ്രാഞ്ചൈസിക്കകത്തെ പല പല കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയും കാണിപ്പിക്കാൻ വേണ്ടിയും ഈ സംഭവത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പതുക്കെ ഡെവലപ്പായി ഒരു ആർച്ച് പോലെ വളച്ചുകൊണ്ട് വേറൊരിടത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലൂസിഫറിനോ സ്റ്റീഫൻ നെടുമ്പള്ളിക്കോ റോളൊന്നുമില്ല. അവരുടെ ആവശ്യം അതിനകത്തില്ല. ഇനി ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ എൻ്റെ തല, എൻ്റെ ഫിഗർ, എൻ്റെ ചിരി, എൻ്റെ മസിൽ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. മോഹൻലാലിന് വേണ്ടി അടുത്ത 10 വർഷം റീലുണ്ടാക്കി കളിക്കാം. ഫാൻ ബോയ്സിന് ഏത് പരിപാടിക്ക് വേണ്ടി റീലുണ്ടാക്കാനുള്ള സാധനമുണ്ട്. പുള്ളി നടക്കുന്നു, നിൽക്കുന്നു, സ്ലോ മോഷൻ, ഓഫ് ബീറ്റായിട്ടുള്ള ഷോട്ടുകളെ, പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറച്ചും കൂട്ടിയുള്ള ഷോട്ടുകളെ, പുള്ളിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങളെ, ഡ്രസ്സുകൾ, കോമ്പോസ്, അങ്ങനെ ഇഷ്ടം പോലെ കളർ ടോണുകൾക്കകത്തെ ചേഞ്ചുകൾ, ഉപയോഗിക്കുന്ന അക്സസറിയുടെ ചേഞ്ചുകൾ,
പുള്ളി തോക്ക് ഉപയോഗിക്കുന്ന വിധം, തോക്കിന് തന്നെ പല വേർഷൻസ്, അങ്ങനെ ടോട്ടൽ കത്തി പൊട്ടിപ്പ തകർന്നു. ഇതാണ് അവസ്ഥ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം സംഭവം ടോപ്പ് നോച്ച് പടമായിരുന്നു. സൂപ്പർ പടമായിരുന്നു. എടുത്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എഫേർട്ട് ഈ പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്രൂ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു ക്രൂ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലങ്ങളിൽ പോയി, അതായത് സ്ഥലം ഇങ്ങനെ കിടക്കുക. ഇത് നെടുമ്പള്ളി കിടക്കുന്ന ഒരു പഞ്ചായത്തിലെ കഥയല്ല ഈ പറയുന്നത്. ലൂസിഫറിനകത്ത് ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ തുർക്കിക്കകത്തെ ആയിട്ട് മൂന്ന് പേര് ഈ അബ്രാം ഖുറേഷി തപ്പിപ്പോകുന്നതിൻ്റെ തുടക്കവും, പിന്നെ വടക്കൻ റഷ്യക്കകത്ത് എവിടെയോ സയ്യിദ് മസൂദ് പുള്ളിയെ റിസീവ് ചെയ്യുന്ന ഒരു സിനിമയേ ഉള്ളൂ അബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്കത്തെ ആ നീണ്ടു കിടക്കുന്ന കാണ്ടം കഥ മൊത്തം നടക്കുന്ന കേരളത്തിലാണ്. കേരള രാഷ്ട്രീയം, അതിലെ കുടിലതാചാതികൾ പുറകിൽ നിന്ന് കുത്ത്. അതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി കാണിച്ച എന്തൊക്കെ ബ്രില്യൻസ് ഉണ്ടായിരുന്നു. ബോംബെ പോലത്തെ സ്ഥലത്ത് പുള്ളിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പുള്ളി എന്തൊക്കെ ചെയ്യാൻ പറ്റി. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ച്. നമുക്കറിയുന്ന ഭൂമി മേഖല, നമുക്കറിയുന്ന ജോഗ്രഫി, നമുക്കറിയുന്ന നാട്ടുകാരും പൊളിറ്റിക്സും, നമുക്കറിയുന്ന ഈവൻ അടിപിടികൾ പോലും ഇത് നമ്മൾ എത്ര അടുത്ത് കണ്ടതാണ് എന്ന് പറഞ്ഞ നമുക്ക് പരിചയമുള്ളൊരു സംഭവം. നമ്മൾ ഇതിനകത്ത് ഈ എമ്പുരാനകത്ത് വന്ന് ഇപ്പോൾ കാണിക്കുന്ന മൊത്തം ഇതിനകത്ത് അബ്രാം ഖുറേഷിയാണ് ഭൂരിഭാവം. ഫസ്റ്റ് ഹാഫ് ഭൂരിഭാവം പുള്ളി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് പൊളിഞ്ഞു എന്നാണ് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫാണ് ഞാൻ ഇച്ചിരി അന്തസ്സായിട്ട് ഇത് കണ്ടത്. കാരണം ഇച്ചിരിയോടൊക്കെ കാണാനുണ്ട്, അതിൻ്റെ കഥയുടെ ഗ്രൗണ്ടിൽ കുറേ കൂടെ പറയാനുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് മനസ്സിലായത് മൊത്തം ഈ നമ്മുടെ ഈ എക്സ്ട്രാക്ഷൻ പോലത്തെ സിനിമകളൊക്കെ ഇല്ലേ, എക്സ്ട്രാക്ഷൻ, മാക്സ് പെയിൻ, അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളൊരു ഗെയിം കളിക്കുക, അസാസിൻസ് ക്രീഡ് പോലത്തെ ഒരു ഗെയിം കളിക്കുക, അതുപോലത്തെ പരിപാടിയാണ്. ഒരു സെക്കൻഡിൽ അവൻ ദുബായി നിൽക്കുന്നു, അടുത്ത സെക്കൻഡിൽ കോങ്കോയിൽ പോകുന്നു, പിന്നെ ആഫ്രിക്കയിൽ ചെല്ലുന്നു, പിന്നെ അടുത്ത സെക്കൻഡിൽ നെടുമ്പള്ളി വരുന്നു, വീണ്ടും ഓടുന്ന ഒറ്റ സെക്കൻഡിൽ അവൻ യമനിൽ പോകുന്നു. എന്തിനാണ് ഇവിടെയൊക്കെ പോകുന്നത്? ഇങ്ങനെ പറന്ന് നടക്കുന്നതിൻ്റെ കഥ എന്തുവാ? ഫ്രാൻസ്, ഇറ്റലി ഇല്ലായിരുന്നു കേട്ടോ, ഇറ്റലി ആയിരുന്നു, ലണ്ടൻ, അങ്ങനെ അങ്ങ് കിടക്കുവാണ്. അങ്ങനെ സ്ഥലങ്ങൾ ഒന്നിനു പറയാം ഒന്നാടി ഇങ്ങനെ സ്ഥലങ്ങൾ ഒഴുകി കിടക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്രയൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് കഥ കിടക്കുന്നത്. ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ടോപ്പ് നോച്ച് വണ്ടികൾക്കൊന്നും ഒരു കുറ്റം ഒന്നും പറയാനില്ല, അത്ര സൂപ്പർ സാധനങ്ങൾ. തോക്കുകളൊന്നും നമുക്കൊരു കളിത്തോക്കോ അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഓഫ് ഒരു ആർട്ടിഫിഷ്യൽ സാധനമായിട്ട് തോന്നത്തേയില്ല. അത്ര ഒറിജിനാലിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ആയിക്കോട്ടെ, ക്വാളിറ്റി, ഈവൻ ഇടയ്ക്ക് ഒരു നമ്മുടെ പ്രത്യേക കഥാപാത്രത്തെ പുതപ്പിക്കുന്ന ഒരു ഷോള് കാണിക്കുന്നുണ്ട്, അതുപോലും ലൂയി വിറ്റിൻ്റെ ഒറിജിനലാണ്. അതൊരു ഫേക്ക് ഐറ്റം അല്ലത്, കിടുക്കൻ സാധനങ്ങളെ കാണിച്ചിട്ടുള്ളൂ, ക്വാളിറ്റി ഐറ്റങ്ങൾ. പക്ഷേ ഷോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയും ലുക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയും ചുമ്മാ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് സ്റ്റീഫനോട് സംസാരിക്കണം എന്നൊരാൾ പറഞ്ഞാൽ നേരെ പുള്ളിയെ കണ്ണ് കെട്ടി കഴുത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറക്കിയിട്ട് പുള്ളിയെ കൊണ്ട് വിമാനത്തെ കയറ്റി ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്കുള്ള ഏതൊരു ആയത്തോട്ട് പോയിട്ട് നടു റോഡിൽ അവനെ ഒരു പഴച്ചാറ് കൊടുത്ത് സൈഡിൽ ഇരുത്തിയിരിക്കുക ബോധം വരുത്താൻ വേണ്ടി. നമ്മുടെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ആകെ ഒരു 3 മിനിറ്റ് വർത്താനം പറയും. പുള്ളി സാറ് വന്നു ഒരു 3 മിനിറ്റ് വർത്താനം പറഞ്ഞു, പുള്ളി തിരിച്ചു പോയി. ഇവൻ തിരിച്ച് വീണ്ടും നാട്ടിൽ പോവാം. നമ്മൾ മനസ്സിൽ ഓർക്കും എന്തോ തേങ്ങ, ഇതിനൊരു സൂം കോഡ് വിളിച്ചാൽ പോലെ എന്ന് ചോദിക്കും. ഇത്രയും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പലതും കേട്ടോ, പലതും അത്രയുള്ള സംഭവമേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി കിടന്നങ്ങ് വാരി വെതറിയിരിക്കുകയാണ്. 4 ചുറ്റും ലോകം മൊത്തം പുള്ളിയൊക്കെ പറന്ന് നടന്നിരിക്കുകയാണ്. അതൊക്കെ സംവിധായകൻ്റെ സ്വാതന്ത്ര്യമായിരിക്കും എന്നല്ലാതെ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും? അല്ല, ഈ എഴുത്തുകാരൻ എഴുതി വെച്ചത് സത്യം പറയാൻ എനിക്ക് അത്ഭുതമുണ്ട്. ഇത് എഴുതി വെച്ചേക്ക് എഴുത്തുകാരൻ എന്തിന് തലയ്ക്ക് എന്തോളമാണെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് അവസ്ഥ. ഇതുകൊണ്ടാണ് ഈ പടത്തിൽ ഇത്രയും ഒരു നെഗറ്റീവ് അഭിപ്രായം വരുന്നത് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫിന് എനിക്കൊരു കുറ്റം പറയാനില്ല, പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിന് കുറ്റമൊന്നും പറയാനില്ല. കുറേയേറെ ലാഗ് വരുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ടു മച്ച് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ സമയം എടുക്കുന്നു. നിങ്ങളുടെ തല ഇങ്ങനെ ഓടി നടക്കുവാണ്. വായിക്കണം, പിന്നെ ഇത് ഓർത്തിരിക്കണം, പഴയ പടത്തിലെ കഥ ഓർക്കണം, പിന്നെ ഇപ്പം ഈ നടക്കുന്ന ഒരെണ്ണം പറയുന്ന ഒരു സ്ഥലം, അടുത്തത് വേറൊരു സ്ഥലം, ഇതിനിടയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ഉണ്ടായി അവിടെ പോകണം. കാരണം നമ്മുടെ തലയിരിക്കുന്ന ഒറിജിനൽ സിനിമ എന്ന് പറഞ്ഞാൽ അബ്രഹാം ഖുറേഷി ലണ്ടനിൽ ഫുഡ് കഴിച്ചിട്ട് പാരീസിൽ കക്കൂസി പോയെന്നല്ല. നമ്മുടെ തലയിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയും ഈ കേരള രാഷ്ട്രീയത്തിലെ കഥയാണ്. ജതിൻ രാംദാസ് രംഗവത്തി, പി കെ രാംദാസിൻ്റെ മന്മനം വീണു, അത് കഴിഞ്ഞുള്ള കഥകൾക്കകത്താണ് ഭൂരിഭാഗം പ്രേക്ഷകർ നിൽക്കുന്നത് അല്ലേ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് പോകണ്ട, അത്രേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് പോകണ്ട. നിങ്ങൾ കാണാൻ പോകുന്നത് ഇൻ്റർനാഷണൽ മൂവിയാണ്. ഇൻ്റർനാഷണൽ മൂവി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് സത്യം പറഞ്ഞ ആദ്യത്തെ ഈ വാചകം പറഞ്ഞു നിർത്തുന്നത്. ലൂസിഫർ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടറെ നിങ്ങൾ തപ്പി നടക്കും. എന്നാൽ അയാൾ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീഫൻ നെടുമ്പള്ളി ഉണ്ട്, കേരള രാഷ്ട്രീയത്തിലായിട്ട് ചേഞ്ചുകളുണ്ട്, പുള്ളി ഇടപെടുന്നുണ്ട്. സ്റ്റിൽ മോഹൻലാലിനൊരു ഗുമ്മില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല, ഒരു അടുപ്പം തോന്നില്ല. ആ പുള്ളി
പറഞ്ഞ ഡയലോഗുകളും പുള്ളി പറയുന്ന കുറിക്കുകൊള്ളുന്ന സ്റ്റൈലുള്ള മറുപടികളും ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ആകെ ഇതിൽ സ്കോർ ചെയ്ത് എനിക്ക് തോന്നിയത്, ഇപ്പോൾ എൽസ അതിൻ്റെയാണ് അതേ അഭിപ്രായം തന്നെ പറഞ്ഞത്, സ്കോർ ചെയ്ത് തോന്നിയത് മഞ്ജു വാര്യരാണ്. പുള്ളിക്കാരി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതിനകത്ത്. എന്താണെന്ന് പറയുന്നില്ല, സ്പോഡറാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും വർത്താണ്. നമുക്കൊരു വാവ് എന്ന് തോന്നുന്നൊരു മൊമെൻ്റ് ഉണ്ട്. മോഹൻലാലാകെ 1-2 ആക്ഷൻ സീക്വൻസേ ഉള്ളേ, അത് വേറൊരു കോമഡിയാണ്. എന്തിനാണ് അവർ ലോകത്തിൻ്റെ അങ്ങേ മൂടിക്കുള്ള എല്ലാ വലിയ കൂലിപ്പട്ടാളത്തെയും കൂട്ടത്തിൽ കൊണ്ട് നടപ്പുണ്ട്. സ്നൈപ്പേഴ്സിന് തന്നെ 7-8 സ്നൈപ്പേഴ്സ് പുള്ളിയുടെ കൂട്ടത്തിൽ നടപ്പുണ്ട് 24 മണിക്കൂറും. നാട്ടോട്ട് പുള്ളി സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് വരുമ്പോഴും പുള്ളി ഇവരെ കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഒറ്റ അടിക്കാത്ത ഒരു സ്നൈപ്പേഴ്സ് ഒന്നും ചെയ്യാനില്ല. സ്നൈപ്പേഴ്സൊക്കെ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ ഫുള്ള് മരത്തേനും ബിൽഡിങ്ങിനും കയറി കിടക്കത്തേ ഉള്ളൂ. ഇവർ തോക്കൊക്കെ കൊണ്ട് മാറ്റി വെക്കുന്നു, വാ കമോൺ എന്ന് പറയുന്നു, അടിക്കുന്നു. നാടൻ അടി. എന്തോന്നിത്? സ്റ്റീഫൻ നെടുമ്പള്ളി അത് കാണിക്കുക, ഒരു ചവിട്ടിയെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ കാണിച്ചിരുന്ന അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ മാഫിയ ഡോണിനെയാണ്. ഇതിനകത്ത് എവിടെയാണ് ഈ കയ്യും കൊണ്ടുള്ള ഇടിയും തൊഴിൽ? ആരാണ് ഇതിനെ പുറകെ നടക്കുന്നത്? ഇങ്ങനെ ഇടിച്ച് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ആൾക്കാർ മൊത്തം നിൽക്കുന്നു. അവന്മാരുടെ മുമ്പിൽ ഞാൻ എന്നെ ഇടിക്കാരനാണ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു കാറ്റൽ ലോഡ് നടക്കുന്നത്. എന്തോ എനിക്ക് തോന്നുന്നില്ല, എനിക്കത് ഭയങ്കര കൗതുകമായിട്ടും ചളിയായിട്ടും തോന്നി. എന്തോ അതാണ് അതിനകത്തെ അവസാനം. എന്തോ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കണ്ടാലും അതിൻ്റെ അവസാനം വരെ നമുക്ക് തോന്നുന്നു ഇപ്പം എന്നതായിരിക്കും ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ മുമ്പ് അവൻ അവിടെ പോയി എന്തിനാ ആർക്ക് എന്തോ ഇതിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. പടം കാണാനായിട്ട് ഐമാക്സ് വരുമ്പോൾ പോകണമെന്ന് യാതൊരു ആവശ്യവും. പുള്ളി വലിയ ഹെലികോപ്റ്ററൊക്കെ ഇട്ട് വലിയ പ്രകടനം നടത്തുന്നുണ്ട്, അതിനുള്ളൊന്നും അതിനകത്തില്ല. ജസ്റ്റ് എൻജോയ്. ഇന്ന് നോർമൽ തിയേറ്റർ, നിങ്ങൾക്ക് തിയേറ്റർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ടി വിക്കകത്ത് കണ്ടാൽ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയ സ്ക്രീനായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഇപ്പം നിങ്ങൾ വളരെ ഇങ്ങനെ ഒരു ബിഞ്ച് വാച്ച് പോലെയാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണും, എന്ന് നിസ്സാരമായിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു പടം. അതിന് മുകളിൽ ഞാനിതൊരു വലിയ ഓവർ റെക്കമെൻഡേഷൻ ഹൈപ്പൊന്നും പറയത്തില്ല, നെഗറ്റീവ് റിവ്യൂസ് ഒട്ടും പറയത്തില്ല. ആ പടം നെഗറ്റീവ് ചെയ്യേണ്ട കാര്യമില്ല. അത്ര കിടുക്കൻ ക്വാളിറ്റിയാണ് ആ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക്, അതിൻ്റെ എഫേർട്ടും അതിൻ്റെ വർക്കും അതുപോലെ ഉണ്ട്. കഥ കൂടിപ്പോയതും ക്വാളിറ്റി വളരെ കൂടിപ്പോയതും, അതായത് മലയാളിക്ക് ദഹിക്കാത്ത ലെവലിലുള്ള ക്വാളിറ്റി കൂടിപ്പോയതുമാണ് ഈ പടത്തിൻ്റെ പ്രശ്നം. സങ്കടമുണ്ട്. ഒത്തിരി പ്രതീക്ഷയുള്ള പടമായിരുന്നു. ബട്ട് എനിവേ, വീണ്ടും അടുത്ത പടവുമായ പിന്നെയും ബസൂക്ക വരുന്നു. അടുത്തത് കാണാം. ബൈ.